ജമീല ആ നീ വന്നാ മോനെ ഇക്ക വന്നിരുന്നു. എന്നിട്ട് ജമീലായെ കൂട്ടി അവര് വീട്ടിൽ കൊണ്ടുപോയി. നിന്നോട് വിളിച്ചങ്ങനെ പറഞ്ഞായിരുന്നു? എന്നോട് വിളിച്ചു പറഞ്ഞിട്ടമ്മ. ആണോ? ആ നീ വരുമ്പോ അങ്ങ് ചെല്ലാൻ പറഞ്ഞു. നീ ഇനി അവിടെ ചെന്ന് നിന്നാ മതിന്ന്. അതെന്ത്? എനിക്ക് അറിഞ്ഞൂടാ. ഷെമി ഇവിടെ നിൽക്കുന്നുണ്ട്, ആ കൊച്ചിന് സമാധാനമില്ലോ സന്തോഷമില്ല എന്നൊക്കെ വിളിച്ച് പറഞ്ഞു വന്ന് ഇക്ക കൂട്ടിക്കൊണ്ട് പോയി. ജമീലാക്ക് ഇവിടെ എന്താ സന്തോഷത്തിന്റെ കുറവ്? അവ കൂടെ സന്തോഷം ഉണ്ടല്ലോ. എന്തോ ഷെമിയെ ഒഴിവാക്കണമെന്നും പറഞ്ഞു. ഷെമിയെ ഒഴിവാക്കിയിട്ടുള്ള സന്തോഷം ഇപ്പൊ അവള് അങ്ങനെ വേണ്ട. നീ അങ്ങോട്ട് ചെല്ലും മോനെ. കാര്യമേ അവൾക്ക് അവിടെ വയ്ക്കുമ്പോ നീയും കൂടെ ഉണ്ടെങ്കിലേ സന്തോഷം വരുത്തോള്. നീ ഇന്ന് ചെല്ലണോന്നൊക്കെ ഇക്ക പറഞ്ഞിട്ട് ഇനി അപ്പൊ എന്റെ മനസ്സ് വിഷമിപ്പിക്കണ്ട. നീ അങ്ങോട്ട് ചെല്ലി ഇക്കടെ വീട്ടിലോട്ട്. ആഹാ, ഞാൻ ജമീലയുടെ വീട്ടിൽ പോയി നിക്കാന്നുള്ള ഉദ്ദേശമാണോ ജമീലാക്ക്? ആ സന്തോഷം ഇപ്പൊ അവൾക്ക് വേണ്ട. മാമാടെ വിചാരം ഞാൻ അവിടെ പോയി നിൽക്കുന്ന. ഭാര്യ വീട്ടിൽ എന്തായാലും ഞാൻ പോയി നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അവക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് നിൽക്കാം. പിന്നെ ഷെമിയെ ഇവിടെ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ഒന്നും നടക്കത്തില്ല. ഉമ്മയുടെ കാര്യം നോക്ക്. അവളെ ഒഴിവാക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല മോളെ. കാര്യം അവളെ ഉണ്ടെങ്കിൽ എനിക്കൊരു തുള്ളി വെള്ളമായാലും കിട്ടും. അതെനിക്ക് നല്ലപോലെ അറിയാം. അവളെ ഞാൻ ഒഴിവാക്കാൻ പറയത്തില്ല. പക്ഷെ ഇതിപ്പോ അവളങ്ങനെ ഒരു അവസ്ഥയിലായതുകൊണ്ടാ. ഉമ്മ ഒരുപാട് ആഗ്രഹിച്ചല്ലേ. അവള് വരും ഉമ്മ. ഉമ്മയുടെ കാര്യം നോക്ക്. അവള് വരാതെ എവിടെ പോകാൻ പോണ്? ഉമ്മ വരീം, ചോറിടിയും വരീ. ആ ഷെമി വർക്കിലാണോ? ആ വർക്ക് കഴിഞ്ഞിക്ക. ഉമ്മ ഉറങ്ങിയാ? ആ ഉമ്മ ഉറങ്ങി. ഇക്ക ഞാൻ ഇക്കയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നേ. ജമീല ഇക്ക വിളിക്കാഞ്ഞെന്താ ഇപ്പൊ ഈ ഒരു സിറ്റുവേഷനില്? ജമീല ഞാൻ വിളിക്കുന്നില്ല. നീ അതിൽ ഇടപെടാനും വേണ്ട. അത് ഈ ഒരു സിറ്റുവേഷൻ അല്ലേ. അപ്പോൾ പിന്നെ ഷെമി, നിനക്ക് അറിഞ്ഞൂടാത്തത് കൊണ്ടാ. ഉമ്മായോടും എന്നോടും മാമ ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ട്. ഉമ്മായുടെ സഹോദരനായിട്ട് ഉമ്മാക്ക് അത് മറക്കാം, പക്ഷെ ഞാൻ മറക്കത്തില്ല. എന്റെ കൊച്ചിലെ എന്റെ ഉമ്മായെയും മാമ വീട്ടിൽ നിന്ന് ഇറക്കി വരെ വിട്ടിട്ടുണ്ട്. അതെല്ലാം മറന്നുകൊണ്ടാണ് ഞാൻ ജമീലായെ വിവാഹം കഴിച്ചത്. ഷെമി, എന്റെ കുഞ്ഞു മനസ്സിൽ എനിക്ക് ഏറ്റവും വലിയ മുറിവാണത്. ആ വീട്ടിലോട്ടാണ് ഞാൻ ചെല്ലാൻ മാമ എന്നെ വിളിച്ചിട്ട് പോയത്. മാമ വിളിച്ചിട്ട് പോയതല്ലേ. മാമയുടെ വാശി തീരുമ്പോ മാമ എന്നെ കൊണ്ടാക്കും. നിന്റെ വർക്ക് ഏതുവരെ ആയി? എന്ത് ഇതിനകത്തുള്ളതൊക്കെ കഴിഞ്ഞിക്ക. പക്ഷേ നാളത്തെ കുറെ പാക്ക് ചെയ്യാനുണ്ട്. രാവിലെ കൊറിയർ അയക്കാനേ. നിനക്ക് അവിടെ സ്റ്റാഫ് ഉണ്ടല്ലോ. സ്റ്റാഫിനെ കൊണ്ട് നിനക്ക് ചെയ്യിച്ചൂടെ? സ്റ്റാഫ് ചെയ്യുന്നത് കാ. അതെന്ന് പറഞ്ഞ ഇപ്പൊ ക്രിസ്മസ് അല്ലേ. അപ്പോഴത്തേക്ക് കുറച്ച് കൂടുതൽ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. ക്രിസ്മസ് ആയതുകൊണ്ട് കുറെ കസ്റ്റമൈസ് ചെയ്ത് തന്നെ ആയിരുന്നു കുറെ ഡ്രസ്സുകൾ വന്നത്. അപ്പൊ പിന്നെ നാളെ തന്നെ കൊറിയർ ചെയ്യണം. അപ്പം ആ കൊച്ചി 7 മണി വരെ നിന്ന് പാക്ക് ചെയ്ത്. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു വിട്ട്, പെൺകുട്ടിയല്ലേ പോട്ടെ എന്ന് പറഞ്ഞു വിട്ടിട്ട് ഞാൻ കുറെ സാധനം ഇവിടെ കൊണ്ടുവന്നപ്പോ എനിക്കിന്ന് പാക്ക് ചെയ്യണം. നേരം വെളുത്താലും തീരത്തില്ല, അത്രയ്ക്ക് പാക്ക് ചെയ്യാനുണ്ട്. അപ്പൊ ഞാനിവിടെ സഹായിച്ചു തരാം. കൈക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ. എന്ത് ബുദ്ധിമുട്ട്? വാ, ഞാനിവിടെ സഹായിച്ചു തരാം. വാ. ഉമ്മ ഉറങ്ങിയാ? ഉമ്മ ഉറങ്ങി. ഉമ്മ ഗുളികയും കഴിച്ചിട്ട് നേരത്തെ കിടന്നങ്ങ് ഉറങ്ങി. അപ്പൊ ഇക്ക ഉറക്കൊഴിയേണ്ട ഒരു പ്രശ്നം ഉണ്ടാ? അല്ലല്ലോ, ഒരു പ്രശ്നമില്ല. ഇക്ക ഫുഡ് കഴിക്കണ്ടായിരുന്ന? കഴിച്ചാ? ഞാൻ പുറത്തുനിന്ന് കഴിച്ചിട്ടാ വന്നത്. ആണോ? ഉമ്മ കഴിച്ചപ്പോ ഞാനും കഴിച്ചായിരുന്നു. കഴിച്ചല്ല, എന്നിട്ടാ വർക്കിന് ഇരുന്നത്. പെൺകൊച്ചിനെ ഇതുവരെ കണ്ടില്ലല്ലേ. മണി 8 ആയി.
ആ ഉമ്മ എവിടെ ഇരിക്കുന്ന? മോളെ എന്ത് മോളെ എത്ര താമസിച്ചത്? കുറച്ച് താമസിച്ചു ഉമ്മ. ഇക്ക എവിടെ? ഇക്ക വന്നാ? ആ അവൻ വന്ന്, അവൻ അവിടെ ഉണ്ട്. വിളി. ഇക്ക, ഇക്ക, ഒന്നിങ്ങി വരുമോ? ഒരു കാര്യം പറയാനുണ്ട്. മോനെ, എന്താ ഇത്ര സന്തോഷം? വന്നപ്പോ തൊട്ടേ ഞാൻ കാണുന്നു ചിരിച്ച് ചിരിച്ച് സന്തോഷിച്ചാ വരുന്നത്. എന്തിത്ര സന്തോഷം? നില്ലുമ്മ പറയാ. ഇക്കായും കൂടെ വരട്ടെ, ഞാൻ പറയാം. ആ വാ വാ, കഥ അടക്കിട്ട്. ഓ എങ്കി അവനും കൂടെ വന്നിട്ട് പറഞ്ഞാ മതി. പറയാമ്മ, ഇക്ക അവിടെ വരട്ടെ. എന്താ ഷമി? അതാ ഒരു സന്തോഷ വർത്താനം. അതെങ്ങനെ പറയണോന്ന് എനിക്കറിയില്ല. പറയാമ്മ പറയാം. നീ സസ്പെൻസ് ഇടാതെ പറയാ ഷമി. അതെ, ഞങ്ങളൊരു കഴിഞ്ഞ മാസം ഒരു വർക്ക് എടുത്തായിരുന്നു കേട്ടോ. ഒരു കല്യാണ പാർട്ടിയുടെ ആയിരുന്നു. അപ്പോഴ് അതിന്റെ ബ്രൈഡിന്റെ കസിൻസിനെല്ലാം ഒരേ മോഡൽ ഡ്രസ്സ്. അപ്പൊ ആരോ കല്യാണത്തിന് വന്നപ്പോഴേ സിനിമയിൽ പ്രവർത്തിക്കുന്നവരാ, അവര് കണ്ടിട്ട് കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യാൻ അവരുമായിട്ട് മീറ്റ് ചെയ്യാൻ പറഞ്ഞു. അവര് മീറ്റിങ്ങിന് വിളിച്ചിരിക്കുന്നു. അടിപൊളി. അപ്പൊ എന്ന് ചെല്ലാൻ പറഞ്ഞു? 2 ദിവസത്തിനുള്ളിൽ ചെല്ലണം. അവര് ഒന്നുകൂടെ വിളിക്കാന്ന് പറഞ്ഞു. പക്ഷെ ചെന്നൈയിലൊക്കെ അതാണ് പ്രശ്നം. ചെന്നൈ വരെ പോണം. പക്ഷെ ഞാൻ അങ്ങനെ പോകും. ഞാൻ ഇതുവരെ അങ്ങനൊന്നും പോയിട്ടില്ലല്ലോ. ഞാൻ വരാം, ഞാൻ റെഡി. ഇക്ക വരുവോ? വരും, ഞാൻ വരും. ഇക്കയ്ക്ക് ഞാൻ നിന്നെ കൊണ്ടുപോകാം. നീ ധൈര്യമായിട്ട് പറഞ്ഞോ. എനിക്ക് അതല്ല, ഉമ്മ ഇവിടെ ഒറ്റയ്ക്കായി പോകത്തില്ലേ 2-3 ദിവസം. മോള് അത് ഓർത്ത് വിഷമിക്കണ്ട മോളെ. മോള് പൊയ്ക്കോ, നല്ലൊരു അവസരമല്ലേ. മോള് പൊയ്ക്കോ. ഞാൻ ഐഷാടെ മോളെ വിളിച്ച് കിടത്തിക്കോളാം അവിടെ. മോളെയാ വിളിച്ച് കിടത്തുവോ? എങ്കിലേ ഒരു ധൈര്യം ഇല്ല. ഉമ്മ ഇവിടെ ഒറ്റയ്ക്ക് ഇരുത്തി. ഇല്ല, അവള് കിടത്തിക്കോളാം. 2 ദിവസത്തെ കാര്യം. എത്ര ദിവസം ഉണ്ട് മോളെ? ഉമ്മ 2 ദിവസത്തെ പ്രശ്നമേ ഉള്ളൂ ഉമ്മ. 2 ദിവസത്തിനുള്ളിൽ ഇനി വരാം. 2 ദിവസം. 2 ദിവസത്തെ കാര്യല്ലേ ഉള്ളു. ഞാൻ അവളെ വിളിച്ച് കിടത്തിക്കോളാം. ആണോ? അപ്പൊ ഉമ്മ അവരെ വിളിച്ച് കിടത്തും. അപ്പൊ നമുക്ക് ധൈര്യം ഉണ്ടാവും. ഞാൻ എപ്പോഴും വിളിക്കുമ്പോ ഉമ്മ ഫോൺ എടുക്കണേ കേട്ടാ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പോഴേ വിളിച്ചാൽ മതി. ഞങ്ങൾ ഉടനെ എത്താം. എന്താ, ഞാൻ വിളിച്ചോളാം. നീ അതിലൊന്നും നീ എപ്പോഴും കിടന്ന് വിളിക്കണ്ട. നിന്റെ കാര്യം നടക്കട്ടെ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യേക്കാ. ഷമി അതിലൊന്നും ഇടപെടണ്ട. ഞാൻ വിളിച്ചോണ്ട് വരത്തില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ നിന്നോട്. പിന്നെ നീ ജമീല എന്റെ അടുത്ത് പറയുന്നതിരാ? അല്ല, ഒന്നും പറഞ്ഞില്ല ഉമ്മ. അത് അവള് എടുത്തിയാടി പോയതല്ലേ മോളെ. വരുമ്പോ വരട്ടെ ഇനിയിപ്പോ. ഇല്ല ഉമ്മ, ഒന്നും പറഞ്ഞല്ല. അല്ല, ഉമ്മ ഒറ്റയ്ക്കാവുന്നതിന്റെ ഒരു പേടിയാ. അതുള്ളതും ഇല്ലാത്തതൊക്കെ കണക്കാ. അമ്മായി നോക്കത്തില്ലെങ്കിൽ ഒരു ആളുണ്ടെന്നുള്ളൊരു ധൈര്യം. കുഴപ്പമില്ല, അവള് വരും. ഞാൻ പറയാം, ഫാത്തിമയോട് പറയാം. ഞാൻ അവളെ വിളിക്കും ഇടയ്ക്ക്. ഉമ്മയുടെ അനുഗ്രഹം ഉണ്ടാവണം, ഉമ്മയുടെ പ്രാർത്ഥനയും എല്ലാം ഉണ്ടാവണം. അല്ല, എൻ്റെ മോളെ ഞാൻ അനുഗ്രഹിക്കാതെ പിന്നെ? എൻ്റെ ദുആയും അനുഗ്രഹവും എല്ലാം എൻ്റെ മോക്കുണ്ട്. മോക്ക് കിട്ടും മോളെ. ശരിയെങ്കിൽ അപ്പോഴുമ്മ അനുഗ്രഹിച്ചു വിടണം. കിട്ടിയാൽ അത് അവര് പറഞ്ഞനുസരിച്ചൊക്കെ കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോഴേ നമുക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ നിന്നുകൊണ്ട് തന്നെ ചെയ്ത് കൊടുത്താൽ മതി. അവര് അയച്ചു തരുന്ന ഡിസൈൻ ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ അങ്ങ് എപ്പോഴും പോണോന്നില്ല. എന്നാ പോയെന്ന് പറഞ്ഞത്? ഡേറ്റ് പറഞ്ഞായിരുന്നോ? ഈ സൺഡേക്ക് മുമ്പ് പോണോന്ന് പറഞ്ഞു. നാളെ മറ്റന്നാളോ മിക്കവാറും പോകേണ്ടി വരും. നമുക്ക് പോവാം. ഞായറാഴ്ച. നാളെ മറ്റന്നാളോ? കൊണ്ടുപോവല്ലേ. 2 പേരും കൂടെ പോയിട്ട്
എങ്കിൽ ചെല്ല്, ചെന്ന് വേഷമൊക്കെ മാറി വല്ല കഴിക്കാൻ വന്നിട്ട്. ബാ. ചെല്ല്. പെങ്കൊച്ചങ്ങ് അപ്പേ കാക്കണേ അതിന്. നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ അതിന്. എത്ര പ്രാവശ്യം വിളിച്ച് ഒന്ന് ഫോൺ എടുക്കുന്ന പോലും ഇല്ലല്ലേ. തമിഴൊക്കെ സംസാരിക്കുന്നല്ലേ. ഫോൺ എത്ര പ്രാവശ്യമായി വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. ബാപ്പ പറയുന്ന കേട്ടെടുത്ത് ചാളുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഇന്നും മതിയായിരുന്നു. ബാപ്പ പൊട്ട ഐഡിയകളും ഒക്കെ ആയിട്ട് വരും. എന്താ പറയാനെന്ന് പറ. എന്താ നമ്മളെ ഒറ്റയ്ക്ക് ആലോചിക്കുന്നത്? ഈ വാപ്പ പറഞ്ഞല്ലേ ഞാൻ ഇനി വരുമ്പോഴത്തേക്ക് ഇക്ക ഇനി വരും അപ്പോഴും എന്ന് പറഞ്ഞ് വാപ്പ ഒരു ഐഡിയ ആയിട്ട് വന്നേക്കുന്നു. എന്തൊരു മണ്ടത്തരായിപ്പോയി കാണിച്ചത്. നീ അവിടെ പോയി അവരുടെ എല്ലാം വെറുപ്പല്ലേ സമ്പാദിച്ചു കൂട്ടിയത്. നിന്നോട് അവർക്ക് ഒട്ടും സ്നേഹമില്ലെന്ന് ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്. വാപ്പ ഇത്രയും വലിയ മണ്ടത്തരവും കാണിച്ചു കൂട്ടിയിട്ട് അതിനെ ഇന്ന് ന്യായീകരിക്കുന്നു. ഞാനൊന്ന് അൻസന്റെ അടുത്ത് പോയി സംസാരിച്ചിട്ട് വരട്ടെ മോളെ. വാപ്പ ഇനി പോയി സംസാരിച്ച് അത് കുളമാക്കല്ലേ. ഞാൻ ഇത്ര പ്രാവശ്യം കൊണ്ട് ഇക്കായി വിളിക്കുന്നു, ഫോൺ എടുക്കുന്ന പോലും ഇല്ല. ഞാൻ അവന്റെ വീട്ടിലോട്ടൊന്ന് പോവാ മോളെ. ബാപ്പ എന്താന്ന് വെച്ചാ ചെയ്, എനിക്കറിയത്തില്ല. എല്ലാം കാണിച്ചു വെച്ചിട്ട് അവസാനം എല്ലാ മണ്ടത്തരവും ഞാൻ കൂട്ടും നിന്ന് കൊടുത്തല്ലേ. ഞാൻ എന്തൊക്കെ പറഞ്ഞ് കള്ളത്തരങ്ങൾ പറഞ്ഞ് അവിടെ മാറ്റണം. ഗർഭിണിയാണെന്ന് വരെ പറഞ്ഞു വെച്ച്. എന്തൊക്കെയാണോ വരുത്തിയേക്കുന്നത്. എന്തൊക്കെ മോഹിച്ച് പോയി ചാടിക്കൊടുത്തതാ. നീ പോയി അവിടെ സംസാരിച്ച് എന്താ ആക്കി വെക്കുന്നുണ്ട്. നിന്റെ വാശിയും മാറ്റാൻ പറ്റത്തില്ല. വാശിയും പിടിച്ചിട്ട് ഞാൻ എങ്ങനെ ചെന്ന് കയറി കൊടുക്കും അവിടെ. പക്ഷേ ഞാൻ ഇറങ്ങി കൊടുക്കണ്ടായിരുന്നു. ഞാൻ ഇറങ്ങി കൊടുത്ത് തോറ്റ കണക്കായിപ്പോയി. അവളെ ഇറക്കുന്നതിന് പകരം ഞാൻ ഇറങ്ങിക്കൊടുത്തു. ഓഹോ, എനിക്ക് ആലോചിക്കാൻ കൂടെ വയ്യ. സംസാരിക്കാതിരിക്കുന്ന നല്ലത്. നീ ഓർത്ത എനിക്ക് തല പെരുക്കും. അതാ വരുന്ന മോള് സമാധാനത്തെ വന്നാ മതി മോളെ. നാളെ വരുമോ? എല്ലാം കഴിഞ്ഞാ? നന്നായിരിക്കട്ടെ മോനാ. വരുമ്പം വിളിക്കാൻ പറഞ്ഞുതരാം മോളെ. നീ എപ്പോഴും വിളിക്കണ്ട, എനിക്കൊരു കുഴപ്പവും ഇവിടെ ഇല്ല. സമാധാനമായിട്ട് വന്നാൽ മതി. മോനെ വല്ലതും കഴിച്ചായിരുന്നാ? എങ്കിൽ മാമ വന്നു. ശരി എങ്കിൽ വെക്കേ. ഖദീജ, നീ അൻസറിനെ വീട്ടിലോട്ട് പറഞ്ഞുവിടാന്ന് പറഞ്ഞിട്ട് പറഞ്ഞുവിടായിരുന്നല്ലേ? അത് അവൻ വരുവെക്ക അങ്ങോട്ട്. ഞാൻ കമ്പനിയിലും പോയിരുന്നു. അവൻ 2 ദിവസമായിട്ട് ഇല്ല. അവൻ കമ്പനി ആവശ്യത്തിന് പോയേക്കുവാ. എന്റെ മോളുടെ അവസ്ഥ അറിയല്ലേ. അവനങ്ങോട്ട് പറഞ്ഞു വിടണമെന്ന് ഞാൻ പറഞ്ഞത്. എന്നിട്ട് നീ അത് കേട്ടില്ലേ? അവക്കിപ്പോ എങ്ങനെയുണ്ട്? ഞാൻ വിളിച്ചിട്ടുള്ള ഫോൺ എടുത്തില്ല. അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ നിന്റെ അടുത്ത്. അത് അവൻ വരും, നാളെ അവൻ വരും. അതിന് നീ അവനോടൊന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പറഞ്ഞു വിടണ്ടായിരുന്നോ? നാളെ വരും. കമ്പനി ചെന്നപ്പോ 2 ദിവസം ഇവിടെ ചെന്നെന്ന് പറഞ്ഞിട്ട്. അത് തന്നെ, അവൻ 2 ദിവസമായിട്ട് കമ്പനി ആവശ്യത്തിന് പുറത്തു പോയേക്കൊക്കെ. അവൻ നാളെ വരും. വന്നോടനെ പറഞ്ഞങ്ങ് വിടണം. ഇനി എന്നെ അങ്ങോട്ട് വരുത്തിക്കരുത്. എന്നാ നീയെങ്കിലും അവളെ ഒന്ന് വിളിച്ചോണ്ടെങ്കിൽ വാ. ഞാൻ വന്നേനായിരുന്നേക്കാ. പക്ഷെ ഇക്ക വന്നിട്ടൊന്നും അവനോടൊരു വാക്ക് പോലും പറയാതെ വിളിച്ചോണ്ട് പോയതിൻ്റെ ഒരു വാശി അവനിക്കുണ്ട്. അതുകൊണ്ട് അവനായിട്ട് എന്നെ വിളിക്കട്ടെ, അല്ലെങ്കിൽ ഇക്ക കൊണ്ടുവന്ന് അവളെ ആക്കണം. അല്ലാതെ അവൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാ ഞാൻ വരാത്തത്. ശരി, അപ്പൊ ഉമ്മായും മോനും അങ്ങനെയാണ് തീരുമാനിച്ചു വെച്ചേക്കുന്നല്ലേ? അത് ഇപ്പൊ ചായ കുടിച്ചിട്ട്. എനിക്ക് ചായ ഒന്നും വേണ്ട.
പെങ്കൊച്ചും കേക്കത്തില്ല. ഇതെന്താ ഇതിന്റെ ഇടയിൽ പെട്ടു ഞാനാണല്ലേ. വൈക്കൊന്ന് കൊണ്ടാക്കിയെങ്കിൽ അത്രയും വാശിയെങ്കിലും കുറഞ്ഞേനെ അവന്റെ. ഞാൻ പറഞ്ഞാലും കേക്കത്തില്ല. എന്റെ അവസ്ഥ ഇങ്ങനെയാ. പറയാൻ ദേഷ്യപ്പെട്ടുകൊണ്ട് പോവുകയും ചെയ്തു.